നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. കർത്താവിനെ പിൻപറ്റിയതിന്റെ പേരിൽ പണക്കാരായി മാറിയ ഒരൊറ്റ സംഭവം പോലും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല, കാണുവാൻ കഴിയുന്നതല്ല എന്ന വസ്തുത നാം അറിയാതെ പോകരുത്. പ്രോസ്പെരിറ്റി തിയോളജിക്കാർ മണ്ടത്തരങ്ങൾ പറഞ്ഞ് നിങ്ങളെ വശീകരിച്ച് മറ്റൊരു സുവിശേഷത്തിലേക്കും മറ്റൊരു ക്രിസ്തുവിലേക്കും നയിക്കുമ്പോൾ ദൈവവചനം എന്തു പറയുന്നു എന്ന് നിങ്ങൾ അറിയാതെ പോകരുത്. അവർ പറയുന്ന ആ വ്യാജ സുവിശേഷമല്ല യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ അബ്രഹാമിന്റെ സന്തതിയായ യേശു ക്രിസ്തുവിനാണ് ആദ്യമായി ലഭിച്ചത്. യേശു ക്രിസ്തുവിന് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് നാം ഒന്ന് നോക്കുക. യേശു ജനിക്കുന്നതിന് കുറഞ്ഞ പക്ഷം 700 വർഷമെങ്കിലും മുൻപാണ് യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മീഖ പ്രവചിച്ചത്. യേശു കന്യകയുടെ പുത്രനായി ജനിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചത് ഏകദേശം 700ഓളം വർഷം മുൻപാണ്. അങ്ങനെ യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ യേശു എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും പ്രവാചകന്മാരിലൂടെ കർത്താവ് സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ യേശു എവിടെ ജനിക്കണമെന്ന് പിതാവായ ദൈവം തീരുമാനിച്ചിരുന്നിരിക്കാം. പക്ഷേ 700 വർഷമെങ്കിലും മുൻപ് അത് നിശ്ചയിച്ചിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ലാത്ത വിധത്തിൽ തെളിവുണ്ട്. യെശയ്യാവ് പ്രവചിക്കുന്നു, മീഖ പ്രവചിക്കുന്നു. അങ്ങനെ 700 വർഷം മുൻപേ പദ്ധതി ഇട്ടിട്ടാണ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അനുഗ്രഹിക്കപ്പെട്ടവനായ യേശു ക്രിസ്തു, അല്പം പോലും ശാപം അവന്റെ മേലില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിച്ചവനാണ് യേശു ക്രിസ്തു. അബ്രഹാമിന് ദൈവം കൊടുത്ത സകല അനുഗ്രഹങ്ങളും യേശു ക്രിസ്തു പ്രാപിച്ചത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി യേശു ഭൂമിയിൽ ജനിക്കുകയാണ്. യേശു ക്രിസ്തു പുൽക്കൂട്ടി ജനിച്ചു എന്ന് പറയുന്ന ധാരണ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പുൽക്കൂട്ടിലല്ല യേശു ജനിച്ചത്, ആ വഴിയോരത്ത് എവിടെയോ ആണ് ജനിച്ചത്. കൊണ്ട കിടത്താൻ നോക്കിയപ്പോൾ ലഭിച്ചത് ഒരു പുൽക്കൂട് മാത്രമാണ്. 700 വർഷമെങ്കിലും മുൻപ് പദ്ധതിയിട്ട് സർവശക്തനായ ദൈവം തന്റെ ഓമനകുമാരനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവന് പിറക്കാൻ ഒരിടം പോലും ഒരുക്കിയില്ല എന്നത് അത്ഭുതകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറിയയും യോസേഫും ഗലീലയിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പോവുകയാണ്. അവരുടെ യാത്ര എങ്ങനെയായിരുന്നു? അതേ വിശദാംശങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും തുടർന്നുള്ള കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ യാത്ര അത്ര സുഖകരമായിരുന്നില്ല എന്ന് തന്നെയാണ്. ഒരു 700 വർഷം മുമ്പ് ഞാൻ എന്റെ മകനെ ഒരു സ്ഥലത്തേക്ക് അയക്കാൻ പദ്ധതി ഇട്ടാൽ എല്ലാ വിശദാംശങ്ങളും കറക്റ്റായിട്ട് ഒരുക്കിയിരിക്കും. മറിയയും യോസേഫും കൂടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ ദേശത്തുള്ള ഒരു പണക്കാരൻ വന്ന് അവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങോട്ട് പോകുക? ഞങ്ങളെ ബേത്ലഹേമിലേക്ക് പോകുക. പണക്കാരൻ പറയും, ഞാനും അങ്ങോട്ടാ, നിങ്ങൾ വണ്ടിയെ കയറിക്കോ, അവിടെ കൊണ്ടേ ഇറക്കാം. അല്ലെങ്കിൽ ഇവർ ശകലം അങ്ങോട്ട് നടക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാ? ബേത്ലഹേമിലേക്കാ. എങ്ങനെയാ നടന്നു പോകുന്നത്? ഇതാ എന്റെ തേര് കൊണ്ടുപോയിക്കൊള്ളുക, തേരാളിയെ കൊണ്ടുപോയിക്കൊള്ളുക, ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നാ മതി. ഇങ്ങനെയൊക്കെയാണ് ദൈവം ക്രമീകരിക്കുന്നത്. പക്ഷേ ദൈവം അങ്ങനെയൊന്നും ക്രമീകരിച്ചതായി ദൈവജനത്തിൽ നാം കാണുന്നില്ല. ഇനി എങ്ങനെയാലും അവരവിടെ ചെന്നു. 700 വർഷം മുമ്പ് പിതാവായ ദൈവം തന്റെ മകന് വേണ്ടി പദ്ധതി ഒരുക്കിയിട്ട് അവന് കയറിക്കിടക്കാൻ ഒരു വീട് ഒരുക്കിയില്ല. എന്തിനേറെ പറയുന്നു, അവന് ജനിക്കാൻ ഒരു സ്ഥലം ഒരുക്കിയില്ല. പലപ്പോഴും നമുക്ക് പലതും കിട്ടാതെ വരുമ്പോൾ, ഒരു നേരം പട്ടിണിയായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നാം ബസ്സിൽ കയറാനായി ചെന്നപ്പോൾ ബസ് വിട്ടുപോയി എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിൽ വെച്ച് നമ്മുടെ പോക്കറ്റ് അടിച്ച് പണമെല്ലാം പോയി എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വരുമ്പോൾ, ലോണിന് അപേക്ഷിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നാം ദൈവത്തെ പഴിച്ചെന്ന് വരാം. പക്ഷേ സ്വന്തം മകന് വേണ്ടി പിതാവായ ദൈവം ഇതൊന്നും ഒരുക്കിയില്ല. നമ്മളെയൊക്കെയും നമ്മുടെ അമ്മ പ്രസവിച്ചു. എവിടെ? ഒന്നെങ്കിൽ ആശുപത്രിയിൽ, അല്ലെങ്കിൽ വീട്ടിൽ. ഏതായാലും മാന്യതയ്ക്ക് ചേരുന്ന രൂപത്തിലായിരുന്നു ആ പ്രസവമൊക്കെ. പക്ഷേ മുഴു ലോകത്തിന്റെയും അധിപനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ലോകം മുഴുവൻ സൃഷ്ടിച്ചവനായ പിതാവായ ദൈവം തന്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുക. അവന് മാന്യമായി ഒന്ന് പിറക്കുവാൻ കഴിഞ്ഞില്ല. ആ വഴിയോരത്ത് എവിടെയോ മാലോകരെല്ലാം അവിടെ പോകുന്ന സമയം വലിയ ജനക്കൂട്ടമുള്ളപ്പോൾ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഏതോ ഒരു സ്ഥലത്ത് എങ്ങനെയോ അവൻ പിറന്നു വീണു. എത്ര ഹീനമായ രൂപത്തിലാണ് അവൻ ജനിച്ചത്. എന്നാൽ ആ കൊച്ചിനെയും താങ്ങിക്കൊണ്ട്
മറിയയും യോസേഫും കൂടെ ചെല്ലുമ്പോൾ ദൈവമാർക്ക് വേണ്ടി ഒരു വീടെങ്കിലും ക്രമീകരിക്കണ്ടേ? ആരെങ്കിലും ഇവരെ കണ്ടിട്ട് വിളിച്ചിട്ട് വാ, നിങ്ങൾക്ക് വേണ്ടി ഒരു മുറി ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്, ദൈവം ഇന്നലെ ദർശനം തന്നായിരുന്നു എന്നും പറഞ്ഞൊരു മുറിയിലേക്ക് കൊണ്ടുപോകണ്ടേ? ദൈവമാർക്കും ദർശനം കൊടുത്തില്ല. സ്പെഷ്യലായി ഒന്നും യേശുവിന് വേണ്ടി കരുതിയില്ല. സാധാരണക്കാർക്ക് കിട്ടിയതുപോലും യേശുവിന് കിട്ടിയതുമില്ല. കയറിക്കിടക്കാൻ ഒരു വീടില്ല. പശുവിന് വേണ്ടി പുല്ലുമൊക്കെ സൂക്ഷിക്കുന്നതായി ഒരു ഭാഗത്ത് യേശു പുൽക്കൂട്ടിൽ അവിടെ കിടക്കുകയാണ്. 700 വർഷം മുമ്പ് പദ്ധതിയിട്ട് സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പിതാവായ ദൈവം അവന് പിറക്കാൻ ഇടം കണ്ടെത്തിയില്ല, അവന് കയറിക്കിടക്കാനുള്ളതായ വീടും കണ്ടെത്തിയില്ല. ഓർക്കുക, നമ്മുടെയൊക്കെയും രക്ഷിതാവ്, നമ്മുടെയൊക്കെയും മാതൃകയായ കർത്താവായ യേശുവിന്റെ കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, ജനിച്ചേറെ കഴിയുന്നതിന് മുമ്പേ ഭീഷണി, കൊന്നുകളയുമെന്നുള്ള ഭീഷണി. വേണമെങ്കിൽ ദൂതന്മാരെ വിട്ട് കാവൽ നിർത്താമായിരുന്നില്ലേ? ദൈവദൂതൻ വന്ന് പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. പക്ഷേ ദൂതൻ എന്റെ മുമ്പിലാ വന്നെങ്കിൽ ഞാൻ പറഞ്ഞേര്, ഓടാൻ എനിക്ക് മനസ്സില്ല, നീ എങ്ങും പോകണ്ട, അവിടെ നിൽക്ക്, കൊല്ലാൻ വരുന്നവരെ നീ അങ്ങ് കൈകാര്യം ചെയ്താൽ മതിയല്ലോ, ഞാൻ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഏതായാലും നീ ഇവിടം വരെ വന്നു, അവിടെ അങ്ങ് നിൽക്ക്, ഈ പ്രശ്നം തീരുന്നവരെ കാവലിൽ നിന്നാ പോരായോ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ദൈവം ഒരുക്കിയ വഴി അതല്ല. ദൈവം ദൂതനെ അവിടെ കാവൽ നിർത്തിയില്ല. കൊച്ചിനെ എടുത്തുകൊണ്ട് അവർ മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഏതാനും വർഷങ്ങൾ അവിടെ താമസിച്ചു. തിരിച്ചു വരുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ് ഈ വരുന്നതെന്ന് ഓർക്കണം. യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് താമസിക്കേണ്ടത്? യഹൂദ്യാദേശത്തിന്റെ തലസ്ഥാനമായ യെരുശലേമിലാണ് താമസിക്കേണ്ടത്. രാജകുമാരനായിട്ടാണ് അവൻ വളരേണ്ടത്. അല്ലെങ്കിൽ പോട്ടെ, ദാവീദിന്റെ നഗരമാണല്ലോ ബേത്ലഹേം, യെരുശലേമിൽ നിന്ന് ഏറെ ദൂരെയുമല്ല. അതുകൊണ്ട് ബേത്ലഹേമിൽ പോയി താമസിച്ചാൽ പോരായിരുന്നു? ദാവീദിന്റെ നഗരത്തിൽ താമസിച്ചാൽ പോരായിരുന്നു? അവിടെയുമല്ല താമസിച്ചത്. ദാവീദിന് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മുഴുലോകത്തെയും ഭരിക്കേണ്ടവനായ നസ്രയനായ യേശുവിന് താമസിക്കുവാൻ വേണ്ടി യെരുശലേമിലോ ബേത്ലഹേമിലോ ദൈവം സ്ഥലമൊരുക്കിയില്ല. ദൈവം ഒരുക്കിയത് എവിടെയാണ്? ഗലീലയിലുള്ളതായ ഒരു ചെറിയ പട്ടണമായ നസ്രയത്തിൽ. നസ്രയത്തിനെ കുറിച്ച് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പേര് പോലുമില്ല. നസ്രയത്തിനെ കുറിച്ച് എന്നുള്ള അഭിപ്രായം എന്താണ്? അതറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.